ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വെണ്ടക്ക മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഒഴിച്ചു കൂട്ടാൻ കറിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കണം. നിങ്ങളെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? മുളക് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: കുറച്ച് വെണ്ടക്ക, 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി. അതിൽ തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ബാക്കിലേക്കൊന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊന്ന് വാട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് വെണ്ടയ്ക്കൊന്ന് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. നമുക്കൊന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴലണ്ട ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഇത് വഴറ്റിയിട്ടുണ്ടാക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ മീൻ കറിയും ഉണ്ടാക്കാം കേട്ടോ. വഴറ്റണ്ടെന്നുള്ളൂ, മീൻ കറി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നിങ്ങൾ വഴറ്റി വരട്ടെ കേട്ടോ. വെണ്ടയ്ക്കയിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ട് വയ്ക്കണേ. എന്നിട്ട് നന്നായിട്ട് കണ്ട് ഇളക്കി കൊടുക്കാം. ഈ ഒന്ന് കുറച്ച് വെച്ചാൽ കടി കരിഞ്ഞ് പോകണ്ട. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്കാണ് മാറ്റി വെക്കാം. വെണ്ടയ്ക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് അതുകൊണ്ട് കോരിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ചട്ടിയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ നിന്ന് ചട്ടിയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക ഉണ്ടാക്കി ചട്ടിയായതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കുത്തു പോലെ തോന്നുന്നത്. വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടിച്ച് വെച്ചില്ല മിക്സിയിൽ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്കൊന്ന് വേഗം പെട്ടെന്ന് വഴറ്റിയിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്താൽ വേഗം വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് പോലെ ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല കറി ലൂസായിട്ടാണ് വേണമെങ്കിൽ കുറച്ച് തോനെ വെള്ളം ഒഴിക്കണം. നന്നായിട്ട് കൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പുളിൻ്റെ നീരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 ടീസ്പൂണൊക്കെ ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച കുത്തൽ മാറുന്നത് പോലെ നന്നായിട്ട് വഴറ്റിയെടുത്തോളൂ. ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പുളി തോനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചോളൂ. അത്യാവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ തന്നെ അത്യാവശ്യത്തിനുള്ള പുളിയുണ്ട്. ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല തിക്നെസ്സിലാണ്, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറി വേണം, അതുകൊണ്ട് ഇത് കുറച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ കുറുകിങ്ങാണ്ട് വരും കേട്ടോ. കറിയൊക്കെ ചൂടാറി വന്നാൽ നല്ല തിക്നെസ്സിലായിട്ട് വരും, കുറുകിയായിട്ട് വരും ഇരിക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇതാക്കി വെച്ചില്ല വഴറ്റി വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ഉണ്ടാകുന്ന നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടുണ്ട്
തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ വെണ്ടക്ക മുളക് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, എന്നിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. പുതുതായിട്ട് കാണുന്ന കൂട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വെണ്ടക്ക മുളക് കറി ഇതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചൊരു തുള്ളി വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് വിട്ട് പോയിക്കണം. എന്നിട്ട് ആ ഗ്യാസ് ഞാൻ ഓഫാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു പറ ചോറുണ്ണ ഈ വെണ്ടക്ക മുളക് കറി മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂല എന്തായാലും. അപ്പോൾ ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി വെക്കലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാക്കലില്ലേ എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.